വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലീനിയർ വരെ നോക്കി. എങ്കിലും അതിൻ്റെ ലീനിയറിൻ്റെ 1-2 ക്വസ്റ്റ്യൻ കൂടെ നോക്കിയിട്ട് ഹോമോജീനിയസ് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ടഫായിട്ടുള്ള ചാപ്റ്റർ വീഡിയോ സെപ്പറേറ്റ് ഇടണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ട്രൈ ചെയ്യാം. നിങ്ങളെല്ലാവരും നന്നായി പഠിക്കുക. നമുക്ക് തുടങ്ങാം. സോൾവ്. Question number 1. X dy by dx plus 2y. Y is equal to 0, x is equal to 1. ഇവിടെ dy by dxൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ? എക്സ്. നമുക്കതിനെ 1 ആക്കണം. ഡിവൈഡിങ് ഈച്ച് ടേം ബൈ എക്സ്. dy by dx 2 by x into y x square by x. Integrating factor IF e raised to integral p dx p 2 by x dx e raised to 2 log x m log x log x raised to m log x square e raised to log x square. ആ ലോഗ് കഴിഞ്ഞിട്ടുള്ള ടേം എന്താണ്? എക്സ് സ്ക്വയർ. Solution is y into x square integral here. നമ്മൾ എക്സ് വെച്ച് ഡിവൈഡ് ചെയ്ത് സ്റ്റാൻഡേർഡ് ഫോമിലാക്കിയ ആ റൈറ്റ് സൈഡ് വേണം നമ്മളിവിടെ എഴുതാൻ, ക്യൂ ആയിട്ട് എടുക്കാൻ. എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ, ദാറ്റ് ഈസ് എക്സ് റൈസ് ടു 3 dx. y x square is equal to integral x raised to n form, x raised to 4 n plus 1 by n plus 1. നമുക്ക് ഈ സി കാണാനാണ് നമുക്ക് വാല്യൂ തന്നിരിക്കുന്നത്. y0 x1, 0 ഇൻറ്റു നമ്പർ 0, 1/4 പ്ലസ് സി. സോ സി ഈസ് ഈക്വൽ ടു 9. ഇനി നമ്മൾ തിരിച്ച് ഈ സിയുടെ സ്ഥാനത്ത് കിട്ടിയ വാല്യൂ കൊടുക്കും. സോ സൊല്യൂഷൻ ഈസ് എക്സ് സ്ക്വയർ വൈ ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 4/4. പിന്നെ നമുക്കൊരു ഫ്രാക്ഷൻ മാറ്റണമെങ്കിൽ ഇവിടെ രണ്ടിലും കോമൺ ഡിനോമിനേറ്റർ 4 ഉണ്ട് അല്ലേ? മൾട്ടിപ്ലൈങ് ത്രൂ ഔട്ട് ബൈ 4 വി ഗെറ്റ് 4x square y ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 4 മൈനസ്. സെക്കൻഡ് നമ്പർ cos squared x dy by dx plus y. ഇവിടെ dy by dxൻ്റെ സ്ഥാനത്ത് എന്താ? കോഎഫിഷ്യൻ്റ് എന്താ? cos squared x. ഡിവൈഡിങ് ഈച്ച് ടേം ബൈ cos squared x. y by cos squared x is equal to tan x by cos square x. dy by dx plus 1 by cos squared എന്താ? c square tan x c square x. ഇവിടെ പിയുടെ സ്ഥാനത്ത് എന്താ? c square x. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ IF is equal to e raised to integral c square x tan x. Solution is y into e raised to tan x equals integral e raised to tan x into tan x c squared x dx. ഇത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ റൈറ്റ് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് tan x is equal to t c square x dx is equal to dt. Integral becomes right side മാത്രമാണ് e raised to t into t. നമ്മൾ ഹൈലൈറ്റ് റൂൾ അനുസരിച്ച് ആദ്യം t എഴുതുക, പിന്നെ e raised to t. Integration by parts. First into
ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇത് ഞാൻ ഫസ്റ്റ് എടുത്തു, ഇത് സെക്കൻഡ് എടുത്തു. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇൻ്റഗ്രൽ ഇ റൈസ്ഡ് ടി ഇ റൈസ്ഡ് ടി മൈനസ് ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. വൺ ഇൻറ്റു ഇ റൈസ്ഡ് ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ റൈസ്ഡ് ടി tan x. So solution is y e raised to tan x equals tan x into dividing each term by e raised to tan x. c by e raised to tan x ആണ്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. c e raised to നമുക്ക് ഹോമോജീനിയസിലോട്ട് പോകാം. ഹോമോജീനിയസ് ആണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഡിഗ്രി ഓഫ് ഈച്ച് ടേം ഈസ് സെയിം. അതുപോലെ അവിടെ ഓർഡർ 1 ആയിരിക്കും ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഹോമോജീനിയസ് ഇക്വേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ dy by dx x square plus y square by 2xy. x square degree 2, y square degree 2, xy എന്ന് പറയുമ്പോൾ 1 + 1 ഡിഗ്രി, xy 1 1 1 + 1 2. അപ്പം നമ്മൾ ഓരോ ടൈമിൻ്റെയും ഡിഗ്രി നോക്കുക. ഇതെല്ലാം എന്താണ്? സെയിം ആണ് അല്ലേ? ഇത് ഹോമോജീനിയസ് ആണ്. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് put y is equal to dx. dy by dx equals first into derivative of second. v into derivative of x എന്താ 1. v into 1 plus x into dv by dx. നിങ്ങളിങ്ങനെ ചെയ്ത് പഠിക്കുമ്പോൾ dv by dx അങ്ങ് പെട്ടെന്ന് തന്നെ എഴുതി പോകും. v plus x into dv by dx അങ്ങനെ. ഈ dv by dx നമുക്ക് ഇത് v plus x square plus v square x square by 2x into vx. x square കോമൺ എടുക്കാം. 1 plus v square by 2v x square. x square ക്യാൻസൽ. നമ്മളിവിടെ വിയിൽ മാത്രമാക്കിയതിന് ശേഷം ഈ വി നമുക്ക് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. x dv by dx equals 1 plus v square by 2v minus d. ഫസ്റ്റ് നമ്മൾ നോക്കുക, ഡിഗ്രി ഓരോ ടൈമിൻ്റെ ഡിഗ്രി സെയിം ആണെന്ന് നോക്കുക. എനിക്ക് അത് ഹോമോജീനിയസ് ആണെന്ന് മനസ്സിലാവും. പുട്ട് y ഈസ് ഈക്വൽ ടു വി എക്സ്. dy by dx ഈക്വൽ v ഇൻറ്റു 1, അതാണ് v പ്ലസ് പ്രോഡക്റ്റ് റൂൾ. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ്. ഈ ഡി വൈ ബൈ ഡി എക്സിന് വരെ നമ്മളിത് ഇവിടെ എഴുതി y ഉള്ളിടത്ത് വി എക്സ് കൊടുത്തു. ഇവിടെ എക്സ് സ്ക്വയർ എല്ലാം ക്യാൻസലാവും. ഇനി നമ്മൾ വി റൈറ്റ് സൈഡിൽ കൊണ്ട് സിംപ്ലിഫൈ ചെയ്യാം. 1 plus v square minus 2v square whole divided by 2. 1 minus v square by 2. ഇവിടെ ഇനി വേരിയബിൾ സെപ്പറബിൾ ഫോം. ഡി വിയുടെ കൂടെ വി ടേം, ഡി എക്സിൻ്റെ കൂടെ എക്സ് ടേം. ഡി വി ബൈ ഇതിങ്ങോട്ട് വരുമ്പോൾ എന്താവും? 2v by 1 minus v square dx by x. ഹോമോജീനിയസിൽ എപ്പോഴും നമ്മൾ ഇവിടെ dx by x മാത്രമേ കാണത്തുള്ളൂ. ഇനി ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്റർ ആണെങ്കിൽ നമുക്ക് ലോഗ് ഡിനോമിനേറ്റർ എന്ന് എഴുതാം അല്ലേ? പക്ഷെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. നമുക്ക് മൈനസ് ലോഗ്, ഇവിടെ മൈനസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മൈനസ് കൊടുത്തത്. ലോഗ് എക്സ് വേണേൽ നമുക്ക് ഇതിനും കൂടെ ലോഗ് സി എന്നങ്ങ് എഴുതാം. ഇത് ലോഗ് മൈനസ് ലോഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റെസിപ്രോക്കൽ എഴുതാം. ലോഗ് 1 by 1 മൈനസ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലോഗ് 1 by എക്സ്, ഇതിൻ്റെ റെസിപ്രോക്കൽ. രണ്ട് സൈഡിൽ നിന്ന് ലോഗ് അങ്ങ് മാറ്റും. 1 by 1 minus y square by x square
Taking LCM, x square minus y square by x square. X square by cross multiplication. നമുക്ക് ഈ സി ഇവിടെ വരാൻ വേണമെങ്കിൽ ഇവിടെയും വരാൻ കേട്ടോ, അത് കുഴപ്പമില്ല. Y dash is equal to 2xy, sorry, x plus y. Degree 1, 1, 1. dy by dx, അതാണ് y dash. Put y is equal to vx. dy by dx equals v into 1 plus x into dv by dx. നമുക്ക് ലെഫ്റ്റ് സൈഡ് ഇത് എഴുതാം. സെപ്പറേറ്റഡ് വേണം എക്സ് ബൈ എക്സ് 1. വൈക്ക് നമുക്ക് വി ബൈ എക്സ്, സോറി, വൈ ഈസ് ഈക്വൽ ടു വൈ ബൈ എക്സിന് പകരം വി. എക്സ് ബൈ എക്സ് 1, വൈ ബൈ എക്സ് വി. നമുക്ക് വി റൈറ്റ് സൈഡ് കൊണ്ട് 1 പ്ലസ് വി മൈനസ് വി, വി ക്യാൻസൽ. ഈ വേരിയബിൾ സെപ്പറബിൾ ആക്കാം. dv is equal to dx by x. v is equal to log x plus c. vക്ക് നമുക്ക് എന്ത് എഴുതാം? y by x. So y is equal to x log x plus cx. Number 4. x square dy by dx. x square minus 2y square plus xy. 2, 2, 1 plus 1, 2, 2. Degree of each term is same. First step നോക്കെന്താ? dy by dx is equal to formula എഴുതുക. Put y is equal to vx. ഇതെങ്ങനെ മാറും? v plus x into dv by dx. x square, ഇത് രണ്ട് ലൈക്ക് ടേംസ്, മൈനസ് വി സ്ക്വയർ എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ. സ്ക്വയർ എക്സ് സ്ക്വയർ ക്യാൻസൽ. വേരിയബിൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വി റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാൻ. എക്സ് ഡി വി ബൈ ഡി എക്സ് ഈക്വൽസ് 1 മൈനസ് വി സ്ക്വയർ മൈനസ് വി സ്ക്വയർ. വേരിയബിൾ സെപ്പറബിൾ ഫോം ഡി വി ബൈ വൺ മൈനസ് 2v സ്ക്വയർഡ്, അത് ഡിനോമിനേറ്റർ എടുക്കുക. എക്സ് ബൈ ഡി എക്സ് എന്നുള്ളത് ഡി എക്സ് ബൈ എക്സ്. റൈറ്റ് സൈഡ് എപ്പോഴും എന്തായിരിക്കും? ഡി എക്സ് ബൈ, റൈറ്റ് സൈഡ് എന്നല്ല, എക്സിൻ്റെ ടേം വരുന്നത് ഡി എക്സ് ബൈ എക്സ് ആയിരിക്കും. നമുക്ക് 2 ഔട്ട് സൈഡ് എടുക്കാം. 2 ഇൻറ്റു 1/2 മൈനസ് വി സ്ക്വയർ. 1/2 ഇൻറ്റു 1/2നെ നമുക്ക് എങ്ങനെ എഴുതാം? 1/√2 ദ ഹോൾ സ്ക്വയർ. 1/a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഫോം. (1/2a
log mod a plus x by a minus x. One by 2 into 1 by 2a. Here a is equal to 1 by root 2 log a plus x 1 by root 2 plus b by 1 by root 2 minus b. 1 root 2 cancel. ഇതിനെ എങ്ങനെ എഴുതാം? y by x taking LCM root 2x x plus root 2y by x minus root 2y. ഇതിനും കൂടുതൽ സിംപ്ലിഫിക്കേഷൻ. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. Question number 5. X dy minus y dx. Root of x square plus y square dx. X dy is നമുക്ക് dx ഉള്ള ടേം ഗ്രൂപ്പ് ചെയ്യാം. dx into y plus root of x square plus y square dy by dx. ഇപ്പോൾ dy by dx ആണ്. dxൻ്റെ കോഎഫിഷ്യൻ്റ് ന്യൂമറേറ്ററിൽ വരണം. y is equal to dx. vx plus root of x square plus v square x square into 1 plus v square whole divided by x. root of x squared എന്താ? x. ഇവിടെ ഒരു x ഉണ്ട്. x കോമൺ എടുക്കുമ്പോൾ x കട്ടാവും. v plus root of 1 plus v square. നമുക്ക് v റൈറ്റ് സൈഡിൽ കൊണ്ടുവരും. ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ റൂട്ട് എക്സ് വെളിയിൽ വരും. രണ്ടിലും എക്സ് കോമൺ എടുത്തു കേട്ടോ. വി വി ക്യാൻസൽ. ഇനി നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ഫോർ. വൺ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഫോം. 1 by a square plus x square എന്ന 1 by a tan inverse x by a. 1 by root of a square plus x square log mod x plus. ഇതാണ് ഫോർമുല. വൺ ലോഗ് മോഡ് എക്സ് പ്ലസ് വി പ്ലസ് ഇവിടെ നമ്പർ ഒന്നും ഇല്ല. നമുക്ക് ലോഗ് സി എന്ന് എഴുതാം. ഒരു നല്ല ഫോമിൽ ആൻസർ കിട്ടും. ലോഗ് ഓഫ് ലോഗ് സി എക്സ് വൈ ബൈ എക്സ്. ഇവിടെ എൽ സി എടുത്താൽ എന്ത് വരും? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ. സെപ്പറേറ്റ് റൂട്ട് എടുക്കുമ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ്. രണ്ടിലും കോമൺ ആയിട്ട് എക്സ് ഉണ്ടല്ലേ ഡിനോമിനേറ്റർ. നമുക്ക് തന്നെ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം.
2cx². എല്ലാവരും നന്നായി ചെയ്ത് പഠിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.